നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. 283 തൊട്ട് റബ്ബർ വില. വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞതോടെ 280 രൂപയിൽ വിറ്റ് നിർത്തിയത് 283 രൂപ വരെ ടയർ കമ്പനികൾ വില ഉയർത്തി വാങ്ങി. രാജ്യാന്തര വില ഇടിയുമെന്ന് പ്രചരിപ്പിച്ച് ടയർ കമ്പനികൾ വില കുറയ്ക്കാൻ തുടങ്ങി. വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറവാണ്. ആവശ്യത്തിന് റബ്ബർ കിട്ടുന്നില്ലെന്ന് കമ്പനികളുടെ വിതരണക്കാർ അറിയിച്ചെങ്കിലും വില കൂടുമെന്ന് പ്രതീക്ഷിച്ച് കർഷകരിൽ നിന്ന് കുറഞ്ഞ തോതിൽ വാങ്ങുന്ന ഇടനിലക്കാർ റബ്ബർ പിടിച്ചു വയ്ക്കാൻ തുടങ്ങിയെന്ന് വ്യാപാരികൾ പറയുന്നു. ബാങ്കോക്കിൽ വില 288 രൂപയിൽ നിന്ന് കയറാതിരിക്കെയാണ് ടയർ കമ്പനികൾ റബ്ബർ വില 283 നിന്നും 280 രൂപയായി കുറച്ചത്. ആഭ്യന്തര വില ഉയർന്നിരിക്കെ വൻകിട ടയർ കമ്പനികൾ ഇറക്കുമതി ചെയ്യുമെന്ന് പറഞ്ഞാണ് വില കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രൂപയുടെ മൂല്യം 96 കടന്നിരിക്കെ ഇറക്കുമതിക്ക് സാധ്യത കുറവാണെന്ന് വ്യാപാരി സമൂഹം പറഞ്ഞു. ബാങ്കോക്കിൽ വില 288 രൂപ കടന്നാൽ വരും ദിവസങ്ങളിൽ കൊച്ചിയിൽ റബ്ബർ വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 3 ആഴ്ചയ്ക്കിടെ റബ്ബറിന് കിലോ 17 രൂപ കൂടി. അവധി വ്യാപാര വിലയിൽ പോയ വാരം ചൈന 2 രൂപയും ടോക്കിയോ 4 രൂപയും തയ്യാർ നിരക്കിൽ ബാങ്കോക്ക് 1 രൂപയുമാണ് വില ഉയർത്തിയത്. ചൈന 236, ടോക്കിയോ 250, ബാങ്കോക്ക് 288 രൂപ എന്നിങ്ങനെ. നാടൻ കുരുമുളകിന് നല്ല കാലം. കുരുമുളക് കിലോയ്ക്ക് 4 രൂപ വരെ വില കൂടിയാണ് പോയ വാരം വ്യാപാരം നിർത്തിയത്. 184 ടൺ പോയ വാരം വിൽപ്പനയ്ക്കെത്തി. തലേവാരത്തെ അപേക്ഷിച്ച് 42 ടൺ കൂടുതലാണിത്. പക്ഷേ ഇടുക്കിയിൽ നിന്ന് വരവ് കുറവായിരുന്നു. കർണാടകയിലെ കുറുകിൽ നിന്നും വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്നുമുള്ള മുളകാണ് കൊച്ചിയിൽ കൂടുതലായി എത്തിയത്. ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മുളകും വിൽപ്പനയ്ക്കെത്തി. മാനന്തവാടി, ഈരാറ്റുപേട്ട, ആലുവ തുടങ്ങിയ മേഖലകളിൽ കച്ചവടക്കാർക്ക് ഇറക്കുമതി മുളക് വിൽക്കുകയും അവരത് നാടൻ മുളകുമായി കൂട്ടിക്കലർത്തി എത്തിച്ചതുമാണ് കൊച്ചിയിൽ വരവ് കൂടാൻ പ്രധാന കാരണം. നാടൻ മുളകിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ കിലോയ്ക്ക് 4 രൂപ വർദ്ധിക്കുകയും ചെയ്തു. ശ്രീലങ്കൻ മുളകിന് ഇന്ത്യയിലെ ഇറക്കുമതിക്കാരിൽ നിന്ന് അന്വേഷണവും വാങ്ങലും തുടർന്നതോടെ കയറ്റുമതി നിരക്ക് ടണ്ണിന് $6,300 ആയിരുന്നത് $6,450 മുതൽ $6,500 വർദ്ധിച്ചു. ഈ മുളക് വരും മാസങ്ങളിൽ ഉത്സവകാലത്ത് ഇവിടെ വിൽപ്പനയ്ക്കെത്തിയേക്കും. കയറ്റുമതി ഇനത്തിൽപ്പെട്ട ഗാർബിൾഡ് മുളകിൽ ഓൺലൈനിൽ അവധി വ്യാപാരം തുടങ്ങിയെങ്കിലും കാര്യമായ പുരോഗതിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മാർക്കറ്റ് വില ഗാർബിൾഡ് 720 രൂപ നിലവിലിരിക്കെ ഓഗസ്റ്റ് അവധി 734 രൂപയും സെപ്റ്റംബർ അവധി 735 രൂപയിലുമാണ് വിലയിട്ടിരിക്കുന്നത്. ഉയർന്ന നിരക്കിൽ അവധി തുടങ്ങിയെങ്കിലും ഈ വർധനവൊന്നും കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. കുരുമുളകിന് വില കൂട്ടാനും കുറയ്ക്കാനും അവധി കച്ചവടത്തിൽ സാധിക്കുമെന്നാണ് മുൻകാല അനുഭവമെന്ന് വ്യാപാരികൾ പറയുന്നു. വില കുറഞ്ഞാൽ കർഷകരെ പ്രതികൂലമായി ബാധിക്കും. നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് അവധി കച്ചവടം പുനരാരംഭിച്ചത്. എക്സ്ചേഞ്ചിന് കീഴിൽ കാലപ്പഴക്കം എത്തിയ 3000 ടണ്ണോളം കുരുമുളക് ഗോഡൌണുകളിലുണ്ട്. അവധിയുടെ മറവിൽ കുറഞ്ഞ തോതിൽ ഇത് വിറ്റഴിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളിൽ ഒരു വിഭാഗത്തിൻ്റെ സംശയം. സംസ്കരിച്ച കുരുമുളകിൻ്റെ ഉപയോഗശൂന്യമായ ചണ്ടി ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കുമ്പോൾ എന്തുകൊണ്ട് കാലപ്പഴക്കമെത്തിയ കുരുമുളക് വിറ്റുകൂടാ എന്ന മറുചോദ്യം ഉന്നയിക്കുന്നവരും കുറവല്ല. ഉത്സവകാല സീസണായ വരും മാസങ്ങളിൽ കുരുമുളകിന് ഡിമാൻഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.